ഒരു പോലീസ് സേനാവും വേണ്ട, പാർട്ടി പ്രവർത്തകര് അവിടെ ഉണ്ടാകും. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധമുണ്ടായി. അതിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് മുൻപ് പ്രതിഷേധമുണ്ടായി. പക്ഷേ വീട് തള്ളി തുറന്ന് അവിടെ കൊണ്ടുപോയി റീത്ത് വെക്കുക എന്ന് പറയുന്നത് അത് അനുകരണീയമായ ഒരു മാതൃകയല്ല. അത് മാതൃകയേ അല്ല. അത് ശരിയാണ്, ആ നിലയ്ക്ക് അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതിനപ്പുറത്തേക്ക് സംഭവിച്ച ഒരു കാര്യം എന്താണ്? ആറന്മുളയിലെ വീട്ടിലേക്ക് പ്രതിഷേധമുണ്ടായി. നോക്കൂ, വീട് എന്ന് പറയുന്നത് മനുഷ്യന്റെ വളരെ പ്രൈവറ്റായ ഇടമുണ്ട്. അവിടെ ഒരാൾ പൊതുജീവിതം തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് മാത്രം അവരുടെ വീട്ടുകാർ മുഴുവനും ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരല്ല. വീട് നമ്മളുടെ വളരെ പ്രൈവറ്റായ ഇടങ്ങളാണ്. അവിടേക്ക് പ്രതിഷേധം ഉണ്ടാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുൻപ് ലിഖിതമായിട്ടല്ലെങ്കിലും അത്തരം ധാരണകൾ ഉണ്ടായിരുന്നു. വീടുകളിലേക്ക്, രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വീടുകളിലേക്ക് പ്രതിഷേധം ഉണ്ടാകരുത് എന്ന ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ റീത്ത് വെച്ചു എന്ന് പറയുന്നത് അത് ഒട്ടും തന്നെ അനുകരണീയമായ ഒരു മാതൃകയോ എടുത്തു പറയേണ്ടതായ ഒരു സമര രീതിയോ ഒന്നുമല്ല. ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി നിന്ന് അതിനു വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വരാൻ വിളിക്കുന്നു. നിങ്ങൾ പറയണ്ടേ, നിങ്ങൾ വിനു മോഹൻ ഒന്ന് ഫോൺ ചെയ്ത് എന്നോട് പറയണ്ടേ ഇവരുടെ നിപ്പുണ്ടെന്ന്. ഞാൻ അന്നേരം ഇവിടെ വന്നേ കേട്ടോ. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. ഇവിടെ ഉണ്ട് ഞാൻ 20 പേര് പോവാണ്. അവിടെ YMA ലൈബ്രറിയുടെ പരിപാടിയാണ്. അതിനുശേഷം പത്തനംതിട്ട ടൗണിൽ കാണും. എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് വിനുമോഹൻ ഒന്ന് പറയണ്ടേ, ഇവരിവിടെ വന്നിട്ടുണ്ടെന്നൊന്ന് ഫോൺ ചെയ്ത് പറയണ്ടേ. ഞാൻ ഇങ്ങനെ വരത്തില്ലായിരുന്നോ? അവരും നിങ്ങളും കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവര് വന്നിട്ട് അവര് പോയി കഴിഞ്ഞ് ഞാൻ വന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? ഒരു പോലീസ് സേനാവും വേണ്ട, പാർട്ടി പ്രവർത്തകര് അവിടെ ഉണ്ടാകും.